ഇതൊരു തവണ കൈ കെട്ടിയ മരണം വരെ അഴിക്കാൻ പാടില്ലെന്നാ. അഴിച്ചാ പിന്നെ ആ റിലേഷൻഷിപ്പ് നിലനിൽക്കില്ലെന്നാ. അത് നിനക്കും അറിയാലോ. അതും അറിഞ്ഞോണ്ട് മനഃപൂർവ്വം അഴിക്കാൻ പറയുന്നതാണോ? അതിന് നിന്നോട് ഞാൻ അത് അഴിക്കാൻ പറഞ്ഞ മഞ്ജരി. അവളത് കാണാത്ത രീതിയിൽ ഒന്ന് മാനേജ് ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. എന്റെ കാമുകനൊപ്പം സന്തോഷിക്കാൻ എനിക്ക് അവകാശമില്ലെന്ന് മാത്രമല്ല, ഇനിയിപ്പോ അവന്റെ ഭാര്യയെ കണ്ട് പേടിച്ച് ജീവിക്കുകയും വേണം. ഏത് നേരം മേഘന എന്തെങ്കിലും കാണുമോ, അവള് വല്ലതും പിടിച്ചെടുക്കുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്റെ ഫീലിങ്സിന്, എന്റെ ഇമോഷൻസിന് യാതൊരു വിലയില്ല. മഞ്ജരി, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ആ ശരിയാ, എപ്പോഴും ഞാൻ വേണം മനസ്സിലാക്കാൻ. ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം. ഹലോ ഹലോ മാഡം, നിങ്ങൾ ഫംഗ്ഷന് വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. എന്താ ഇതുവരെ വരാത്തെ? വല്ല ബ്ലോക്കിലും പെട്ടോ? സോറി മാഡം, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അതെന്താ? വരാന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നോട് ഉറപ്പ് പറഞ്ഞത്? ഇപ്പൊ എനിക്കിവിടെ വേറെ ജോലിയുണ്ട് മാഡം, വരാൻ പറ്റില്ല. സോറി. ഹലോ ഹലോ, ഈശ്വര, ടീച്ചർ ഉണ്ടെന്ന് എല്ലാരോടും പറഞ്ഞതാ. ഇനി ഇല്ലെന്ന് പറഞ്ഞ എന്താവും? മിഥുനേട്ടന്റെ അമ്മയ്ക്ക് ഉറഞ്ഞു തുള്ളാൻ ഇത് മാത്രം മതിയാവും. എങ്ങനെ ഈശ്വര ഞാനിതൊന്നും മാനേജ് ചെയ്യാ? പറഞ്ഞ മനസ്സിലാക്കും മഞ്ജരി. എല്ലാവരും താഴെ ഹാളിലുണ്ടല്ലോ. അപ്പൊ മോളിലത്തെ മുറിയിൽ ഈ സമയത്ത് ആരായിരിക്കും? മേഘനേട്ടത്തി. ആ സഞ്ജന, വല്യമ്മ ഏട്ടത്തി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അയ്യോ ഞാനിതാ വരുന്നു. ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാഴട്ടെത്തി. ഞാൻ വരുന്നു. ഇപ്പൊ അവള് പിടികൂടേണ്ടതായിരുന്നു. ഇന്നത്തോടെ എല്ലാം കൊളാവുകയും ചെയ്തേനെ. എന്താ മിഥുൻ ഇതൊക്കെ? ഞാൻ വല്ലാതെ അങ്ങ് ചീപ്പായ പോലെ. ഒന്നിനും കൊള്ളാത്ത ആ പട്ടിക്കാട്ടിലെ പൊട്ടത്തെ പേടിക്കേണ്ടി വന്നല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാവരോടും ചെന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയാം. മേഘനെ, എന്റെ ജീവിതത്തിലെ ജാതകദോഷം തീർക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. എന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ നിന്നെ ഇങ്ങനെ ബലിയാടാക്കിയത്. 13 മാസം കഴിയുമ്പോ നിന്നെ ഞാൻ ഉപേക്ഷിക്കാൻ പോവാണെന്ന് ഞാൻ ചെന്ന് പറയട്ടെ? മേഘനയോട് കള്ളം പറയുന്നതും അവളെ ചതിക്കുന്നു ഓർക്കുമ്പോ എനിക്കും വലിയ കുറ്റബോധ. ഇനിയുള്ള 13 മാസം ആ ഗിൽറ്റും ചുമന്നോട്ട് എനിക്കും ജീവിക്കാൻ പറ്റില്ല മഞ്ജരി. നമുക്ക് അവളോട് കാര്യം പറയാം. അപ്പൊ നിന്റെ ഇൻസെക്യൂരിറ്റി മാറിക്കിട്ടും. പറ മഞ്ജരി, അവളോട് എന്ന് കാര്യം പറയട്ടെ? അതൊന്നും വേണ്ട. നമ്മുടെ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ കുറച്ചു നാളുകൂടി അഡ്ജസ്റ്റ് ചെയ്തോളാം. കല്യാണത്തിന് സമ്മതിപ്പിച്ചത് ഞാനല്ലേ. തെറ്റോ ശരിയോ നടന്നു കഴിഞ്ഞല്ലോ. ഇനി ആ 13 മാസം കഴിയുന്നവരെ ഞാൻ കടിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും സഹിച്ചോളാം. ഇത് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇറങ്ങ്, അവള് കാണണ്ട.
എന്താ അമ്മേ, വിളിച്ചിരുന്നോ? ഡി ജി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അനക്കൂല്ലല്ലോ. മേഘനെ, എല്ലാവരും ഡി ജെക്ക് വേണ്ടി റെഡി ആയിരിക്കണം കേട്ടോ. ചെറിയമ്മ, അവളുടെ മുഖാകെ വിളറി വെളുത്തു. കണ്ടു കണ്ടു നിന്ന് വിറക്കല്ലേ. അല്ല, ചോദിച്ചത് കേട്ടില്ലേ മേഘനെ? നിന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ? ഉത്തരം പറ. എന്താ ഡി ജെക്കാര് വരുന്നില്ലെന്ന് പറഞ്ഞു? കുറവൊന്നും ഇല്ലാണ്ട് ഈ ഫംഗ്ഷൻ ഉദ്ധരിക്കൂന്ന് പറഞ്ഞ നീയല്ലേ? ഇപ്പൊ ഒരു മ്യൂസിക് പോലും ഇല്ലാണ്ട് ആഘോഷം ഉപ്പില്ലാത്ത കറി പോലാക്കാൻ പോവാ. എന്താ മേഘനെ പറ്റി? ഡി ജെ എവിടെ? ഡി ജെ അവര് വരില്ല എന്ന് പറഞ്ഞു. ഒരു മ്യൂസിക് പോലും ഇല്ലാതെ എന്ത് മാരേജ് ആനിവേഴ്സറി? നിന്നീന് ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതിയല്ലോ. ഇതിനാ ഞാൻ നേരത്തെ പറഞ്ഞത്, പ്ലാനിങ് കൃത്യമായിരിക്കണം, അവസാന നിമിഷം കൊളാക്കരുതെന്ന്. പിന്നെ എന്താ മേഘനെ? അമ്മേ, അവസാന നിമിഷം മല മറിക്കും പാറ ഉരുട്ടൂന്നൊക്കെ പറഞ്ഞാ പോരാ, ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കണം. നല്ല പിള്ള ചമഞ്ഞ് പേരെടുക്കാൻ വേണ്ടി എല്ലാത്തിന്റെ മുമ്പിൽ കയറി അങ്ങ് നിന്നോളും. ഒടുവിൽ പറ്റാതാവുമ്പോ കൈ മലത്തുകയും ചെയ്യും. അത് അങ്ങനെയൊന്നും അല്ല ചെറിയമ്മേ. ഗസ്റ്റുകളുടെ മുമ്പിൽ നാണം കെടുത്തരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലായിരുന്നു? ഒരു കാര്യത്തിൽ ഒരു ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ മേഘനെ? എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാ മതിയെന്ന് കരുതിയായിരിക്കും തലയിലോട്ടെടുത്ത് വെച്ചേ. ഇപ്പൊ ചോദ്യങ്ങൾ ഉയരുമ്പോ കണ്ണും തുറച്ച് നിന്നാ മതിയല്ലോ. ഇപ്പൊ മ്യൂസിക് ഇല്ലാതെയാകുമ്പോ എല്ലാവരും ചോദിക്കൂലോ മേഘനെ. ഡി ജെ ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, മ്യൂസിക് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡി ജെ ഇല്ലാണ്ട് മ്യൂസിക് എവിടെന്ന് വരാനാ മേഘനെ? മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് ഹർഷിനി. എങ്ങനെയുണ്ട് അച്ഛാ നമ്മുടെ നാടൻ പാട്ടിന്റെ ഡി ജെ? സിറ്റി ഡി ജെ തോറ്റുപോകും. അല്ലെങ്കിലും അതിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മുടെ നാടൻ പാട്ടിന്റെ ഭംഗി മറ്റെന്തിനാ ഉള്ളേ? ഇതെന്ത് മ്യൂസിക്കാ? എന്താ കുഴപ്പം? അവരിങ്ങ് കയറി വരുമ്പോ ഞാൻ കണ്ടല്ലോ, അവരുടെ ആ താളത്തിനൊത്ത് നീ ചുവട് വെക്കുന്നത്. അപ്പൊ അതുപോലെ നീ ശ്രദ്ധിച്ചില്ല. നീ അറിയാതെ നിന്നിൽ അത് ചലനം ഉണ്ടാക്കിയേ, അതാണ് യഥാർത്ഥ മ്യൂസിക്. അങ്ങനെ കൊടുക്കുവല്ലേട്ടാ, ഇന്ന് നമുക്കിത് അടിച്ച് പൊളിക്കണം. എന്തു പറയുന്നുവല്ലേ? ഞാനെന്ത് പറയാനോ? എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് എതിരഭിപ്രായം ഉണ്ടാവോ? എല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. വാവ്, വലിയ
പോയില്ലേ ആ പട്ടിക്കാട്ടിലെ പ്രേതത്തിന്റെ ഓരോ ബുദ്ധി. നീ ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കുന്ന കണ്ടിട്ട് എത്ര നാളായിരുന്നു. പക്വതയും മാത്രം തെളിഞ്ഞു കാണുന്നു നിന്റെ മുഖത്ത്. ഇന്ന് ആദ്യമായിട്ട് ഒരു കുട്ടിത്തം കാണുന്നതായിരുന്നേ. ഇതുപോലെ നിന്നെ ഒന്ന് കാണാൻ ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ടും ഇന്ന് വരെ നിരാശ മാത്രമായിരുന്നു ബാക്കി. പക്ഷെ ആ നിരാശയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് ഇന്നത് സ്വാർത്ഥകമായിരിക്കുക. എന്നാലും ഇന്ന് വല്യമ്മ ആത്മാർത്ഥമായിട്ട് എല്ലാം മറന്ന് ചിരിക്കാൻ കാരണം വല്യച്ഛൻ്റെ ആ പൊളിയൻ ഡാൻസ് ആയിരുന്നു. അല്ലടാ, ഞാനല്ല കാരണം. പിന്നെ മേഘനയാണ് കാരണം. മേഘനേട്ടത്തെയാണെന്നോ? അതെ സഞ്ജു, അവൾ ഒരാള് കാരണമാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു കലാസൃഷ്ടി ഉണ്ടായത് തന്നെ. മോളെ മേഘനെ, ഞങ്ങളുടെ ഈ വിവാഹ വാർഷികം ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ നീ ആക്കി തന്നു. താങ്ക്സ് അലോട്ട്. അയ്യോ, അച്ഛൻ എന്തിനാ ഇതിനൊക്കെ എന്നോട് താങ്ക്സ് പറയുന്നേ? അതൊക്കെ വേണം മോളെ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. നമ്മൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും എല്ലാം അവളൊടുവിൽ അവൾക്ക് അനുകൂലാക്കി മാറ്റും. മാറ്റട്ടെ ഹർഷിണി, മാറ്റട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ നമ്മൾ ഒരുക്കുന്ന ചതിക്കുഴിയിൽ അവള് വഴുതി വീഴാതെ എവിടെ പോവാൻ വിടില്ല ഞാൻ അവളെ. ശേഖരൻ മുത്തശ്ശ, സംഭാരം കുടിക്കുന്നില്ലേ? എന്താ ഇത്? ഇത്രയും നേരം നല്ല ഉത്സാഹമായിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി തളർന്നിരുന്നേ? മോളിവിടെ ഇരുന്നേ. എന്ത് പറ്റി മുത്തശ്ശ? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? പക്ഷെ നീ എന്നോട് സത്യം പറയണം, ഒന്നും മറച്ചു വെക്കരുത്. എന്തിനെ കുറിച്ചാ മുത്തശ്ശൻ ചോദിക്കുന്നേ? നീ ഇവിടെ സന്തോഷവതിയായിട്ടാണോ ജീവിക്കുന്നത് മക്കളെ? അതെന്തൊരു ചോദ്യം മുത്തശ്ശ? നിന്നെ കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് ആർക്കറിയാം? കാലിൽ മുള്ളുകുത്തി കയറിയാലും
കണ്ണിൽ അതിന്റെ യാതൊരു ചലനവും ഉണ്ടാവില്ല. ഹൃദയം പൊട്ടുന്ന വേദന ഉള്ളിലുണ്ടെങ്കിലും വാക്കുകളിൽ അതൊരിക്കലും പ്രതിധ്വനിക്കില്ല. എത്ര വലിയ ഭാരമായാലും നീ അത് നിന്റെ ചുമലിൽ ഒറ്റയ്ക്ക് ചുമക്കും. അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെയാ മുത്തച്ഛൻ അത് പ്രത്യേകമായിട്ട് നിന്നോട് ചോദിക്കുന്നേ. നിന്റെ മനസ്സിനകത്ത് എന്തെങ്കിലും വിഷമോ വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ അതേ മുത്തച്ഛനോട് തുറന്നു പറ മോളെ. എന്റെ മുത്തശ്ശ, എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയാൽ അത് തുടയ്ക്കാൻ എന്റെ കൂടെ ഇത്രയും വലിയൊരു ഫാമിലി ഇല്ലേ? പിന്നെ എന്റെ ചുമലിലിരിക്കുന്ന ഭാരം പങ്കുവെച്ചെടുക്കാൻ എന്റെ ഭർത്താവും ഇല്ലേ എന്റെ കൂടെ? ഇതിൽ കൂടുതൽ എന്റെ ഹൃദയഭാരം കൂടാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ മുത്തശ്ശ? അല്ല, എന്തിനാ മുത്തശ്ശനിപ്പോ ഇങ്ങനെയൊരു സംശയം? അതിന്റെ വേറെ എവിടുന്നാ? ആ പെൺകുട്ടി ആരാ മേഘന മോളെ? അവള് മിഥുനേട്ടന്റെ ബിസിനസ് പാർട്ട്ണറാണ് മുത്തശ്ശ. പോരാത്തേന് അവളെ ഈ വീട്ടിലെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. എന്തു പറ്റി? ആ പെണ്ണും ഇതിനും തമ്മിലുള്ള പെരുമാറ്റം ഈ കിളവന്റെ കാഴ്ചപ്പാടിൽ അത്ര പന്തിയായിട്ട് തോന്നില്ല മോളെ. സൗഹൃദത്തെക്കാൾ കൂടുതൽ അവർക്കിടയിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ. ബന്ധുത്വത്തിൽ കവിഞ്ഞ് ദൃഢമായ മറ്റെന്തോ ബന്ധമുള്ളതുപോലെ തോന്നുന്നു മോളെ. ഇതൊക്കെ കാണുമ്പോ ആ പെൺകുട്ടിയുടെ കാര്യത്തില് എന്റെ മനസ്സിൽ ചില സംശയങ്ങള്. അയ്യോ എന്റെ മുത്തശ്ശ, മുത്തശ്ശൻ കരുതുന്നത് പോലെ അവർക്കിടയിൽ അങ്ങനെ ഒന്നുമില്ല. മഞ്ജരി വളരെ നല്ല കുട്ടിയാ. സ്നേഹത്തിനും സൗഹൃദത്തിനും വില കൊടുക്കുന്നവളാ. ഈ കുടുംബത്തിലെ മിഥുനേട്ടനോട് മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരോടും അവൾക്ക് അത്രയ്ക്ക് അടുപ്പമുണ്ട്. വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് മുത്തശ്ശൻ മനസ്സ് വിഷമിപ്പിക്കണ്ട, സമാധാനായിട്ടിരിക്കെ. ഈ സംഭാരം കൂടി കുടിച്ചേ. മോളവിടെ വെച്ചേക്ക്. അരുണിമേ, ഇത്തരം സെലിബ്രേഷൻസ് ഒക്കെ നോക്കി നടത്താൻ മേഘനയ്ക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനുണ്ട്? ഇനിയെങ്കിലും നീ അവളെ ഒന്ന് കണക്കിലെടുക്ക്. വളരെ ഭംഗിയായിട്ട് അവൾ ചെയ്തേ, ഞാനും സമ്മതിക്കുന്നു. മോളെ മേഘനെ, അരുണിമിക്കും ജയദേവനും കട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നീ കേക്ക് ഉണ്ടാക്കിയെന്ന് കേട്ടു. റെഡി ആയെങ്കിൽ എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാച്ചമ്മേ. അച്ഛമ്മയൊന്ന് നോക്കിയേ. അച്ഛമ്മയുടെ കാലത്തുണ്ടല്ലോ ഇങ്ങനെ മാരേജ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുമായിരുന്നോ? മാരേജ് കഴിഞ്ഞ് ദിവസം ഓർമ്മയുണ്ടായിട്ട് വേണ്ടടാ ആനിവേഴ്സറി ഒന്ന് ആഘോഷിക്കാൻ. അയ്യോ ആണോ? എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അച്ഛമ്മയുടെ മാരേജ് ഡേറ്റ് കണ്ടുപിടിച്ച് ഇതിനേക്കാൾ വലിയൊരു ആഘോഷം നമുക്ക് പ്ലാൻ ചെയ്യണം അച്ഛമ്മേ. ആരുടെ ഇപ്പൊ ആഘോഷിക്കാനാടാ? നിന്റെ അപ്പൂപ്പനൊക്കെ അങ്ങ് പോയില്ലേ? അതും ശരിയാണല്ലോ അല്ലേ? ഐ ആം സോറി. ഞാൻ നിന്നെ പിന്നെ അങ്ങോട്ട് വിളിക്കാം. മഞ്ജരി, ഈ ലവ് ബാൻഡ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത്
അത് മേഘനെ സത്യം പറ മഞ്ജരി. എന്തു പറ്റി? എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നില്ലേ, അത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഞാനതങ്ങ് ഊരി കൊടുത്തതാ. അതാ അവളുടെ കൈ കിടക്കുന്നേ. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നത് ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിന് കൊടുത്തു. ഓ, മിഥുനേട്ടന്റെ ലവ് ബാൻഡാണോ അവളുടെ കൈ കിടക്കുന്നേ? ശരി എന്നാ മഞ്ജരി, ഇത് വിലമതിക്കാനാവാത്തതാണത്ര. ഒരു വട്ടം കയ്യിൽ കിട്ടിയ ജീവിതകാലം അത് അഴിക്കാൻ പാടില്ല എന്നാ. സൂക്ഷിച്ചു വെച്ചോളണേ. മഞ്ജരി, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നിന്റെ എക്സ്പ്ലനേഷൻസോ നിന്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസോ ഒന്നും എനിക്ക് കാണണ്ട. സത്യത്തിൽ നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ?